ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. നിങ്ങളെല്ലാവരും നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഗംഭീരമായി തന്നെ പഠിച്ച് മുന്നോട്ട് പോകുന്നതായിട്ട് എനിക്കറിയാം. എങ്കിൽ പോലും നമ്മുടെ ഫിസിക്സിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് കുറച്ച് സംശയങ്ങളുണ്ടാവും. ഉദാഹരണത്തിന്, സാറേ ഫിസിക്സ് പരീക്ഷയിൽ എത്ര ചാപ്റ്റേഴ്സ് ആണ് വരാൻ പോകുന്നത്, ഏത് ചാപ്റ്ററിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്, ഏത് ചാപ്റ്ററാണ് ഞങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്, അതിനു പുറമെ സാറേ ഈ പറയുന്ന ഫോമുലാസ് ഒന്നും എത്ര പഠിച്ചാലും ഞങ്ങളുടെ തലയ്ക്കകത്ത് കയറുന്നില്ല, എന്തെങ്കിലും എളുപ്പ വഴികളുണ്ടോ ഈ പറയുന്ന ഫോമുലാസ് എല്ലാം എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ വേണ്ടി? ഈ മക്കളെ, ഈ പറയുന്ന സംശയങ്ങൾക്കുള്ള ഉത്തരവുമായാണ് ഏറ്റവും ഈസിയറായ പഠന രീതിയുമായാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സോ ആദ്യത്തെ സംശയം, എത്ര ചാപ്റ്ററാണ് പരീക്ഷയ്ക്കുള്ളത്? മക്കളെ, അതെല്ലാവരുടെയും സംശയമാണ്. കാരണം ഓരോ സ്കൂളുകളിലും ഓരോരോ സ്റ്റേജിലാണ് ചാപ്റ്റേഴ്സ് എത്തി നിൽക്കുന്നത്. അതിനാൽ തന്നെ ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് ഒഫീഷ്യലി ലഭിച്ചിട്ടില്ല. എങ്കിൽ പോലും നമുക്ക് പറയാൻ സാധിക്കും, നമ്മുടെ ഓണം പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത് രണ്ട് ചാപ്റ്റേഴ്സാണ്. ആദ്യത്തെ ചാപ്റ്ററും അതുപോലെ തന്നെ രണ്ടാമത്തെ മാഗ്നറ്റിക് എഫക്റ്റ് കൂടിയാണ് ഓണ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെ മക്കളെ ഉറപ്പിച്ചു പറയാൻ സാധിക്കും, ക്രിസ്മസ് പരീക്ഷയ്ക്ക് മൂന്നാമത്തെ ചാപ്റ്ററായ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനും നാലാമത്തെ ചാപ്റ്ററായ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റും അഞ്ചാമത്തെ ചാപ്റ്ററായ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റും 100% ഷുവറാണ് ഈ 3 ചാപ്റ്റർ നിങ്ങൾ വ്യക്തമായി തന്നെ പഠിച്ചിരിക്കണം. എങ്കിൽ പോലും അതിൽ ചെറിയൊരു കൺസിഡറേഷൻ മേ ബി നിങ്ങൾക്ക് ഉണ്ടാവാം. അതായത് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ, ഈ പറയുന്ന 3 ചാപ്റ്ററിൽ മൂന്നാമത്തെ ചാപ്റ്ററായ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് അഥവാ പ്രകാശത്തിന്റെ അപവർത്തനം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് പൂർണ്ണമായും പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യത തീരെ കുറവാണ്. കാരണം എന്തെന്ന് വെച്ചാൽ അവസാനത്തെ 2 ക്രിസ്മസ് പരീക്ഷയിലും ആ ചാപ്റ്ററിൽ നിന്ന് ലെൻസിന്റെ ഇമേജ് ഫോർമേഷൻ ചോദിച്ചിട്ടില്ല. അഥവാ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ വരയ്ക്കും പൂർണ്ണാന്തര പ്രതിപതനം വരയ്ക്കും മാത്രമേ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളൂ. അതായത് 2.5 ചാപ്റ്റർ ഉറപ്പിച്ചു പഠിച്ചോ മക്കളെ. ഒരു സേഫ്റ്റിക്ക് മൂന്നാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ്ലി പഠിക്കുന്നത് കൂടി ഓക്കെയാണ്. പിന്നെ അടുത്ത സംശയമായിരിക്കും, സാറേ ആദ്യത്തെ ചാപ്റ്റേഴ്സിൽ നിന്ന് പരീക്ഷയിൽ ചോദ്യം വരുമോ? മക്കളെ, അവസാന 2 ക്രിസ്മസ് പരീക്ഷ നമ്മൾ നോക്കിക്കാണുവാണെങ്കിൽ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സിനുള്ള ചോദ്യങ്ങൾ തീരെയില്ല. സോ വളരെ വളരെ കുറവ് സാധ്യതയാണ്, പ്രോബബിലിറ്റിയാണ് ആദ്യത്തെ 2 ചാപ്റ്റേഴ്സിൽ നിന്ന് ചോദ്യങ്ങൾ വരാനുള്ളത്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കുഴപ്പിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ഏത് ചാപ്റ്ററിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഏത് ചാപ്റ്ററിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്? മക്കളെ, കണ്ണുമടച്ചു പറയാം, 10ാം ക്ലാസ് ഫിസിക്സിൽ ഒരേ ഒരു ചാപ്റ്ററിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് നിങ്ങൾ കൊടുക്കേണ്ടത്. അത് നമ്മുടെ സ്വന്തം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ തന്നെയാണ്, മൂന്നാമത്തെ ചാപ്റ്റർ. ആ ചാപ്റ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു വെച്ചാൽ, ടോട്ടലി നമ്മൾ ചാപ്റ്റേഴ്സ് എടുക്കുവാണെങ്കിലും അതിന് തന്നെയാണ് വെയിറ്റേജ് കൂടുതൽ. ക്രിസ്മസ് പരീക്ഷയിൽ 3 ചാപ്റ്റർ ആയതിനാൽ തന്നെ ഈ പറയുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ നിന്ന് 20 മാർക്കിന് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. മക്കളെ ആലോചിക്കുക, ടോട്ടലി 40 മാർക്കിന്റെ ചോദ്യ പേപ്പറാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അതിൽ 20 മാർക്കിന്റെ ചോദ്യവും ഈ പറയുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ബ്ലൈൻഡ്ലി പറയല്ല, കാരണം കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യ പേപ്പർ അനലൈസ് ചെയ്യുകയാണെങ്കിൽ 20 മാർക്കിന് ചോദ്യമാണ് ഈ പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. സോ അതിനകത്തുള്ള ജനറേറ്ററിനും ട്രാൻസ്ഫോമറിനും പവർ സപ്ലൈക്കുമെല്ലാം അത്രത്തോളം പ്രാധാന്യം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുണ്ട്. ആ രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ പഠിക്കേണ്ടതുമാണ്. അടുത്ത കാര്യമാണ്, സാറേ ഈ ഫോമുലാസ് ഒന്നും എത്ര പഠിച്ചിട്ടും ഞങ്ങളുടെ തലയ്ക്കകത്ത് കയറുന്നില്ല. ഒരു ചോദ്യം കണ്ടാൽ അതിനകത്ത് ഏത് ഫോമുലയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എന്നതിനെ പറ്റി ഒരു വ്യക്തത ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. കാരണം ഈ ക്രിസ്മസ് പരീക്ഷയിൽ 3 ചാപ്റ്ററേ ഉള്ളൂ. എന്നാൽ നമ്മുടെ പബ്ലിക് എക്സാമിന് അങ്ങനെയല്ല, അതിനകത്ത് വളരെയധികം ചാപ്റ്റേഴ്സ് വരും. സോ ഇതിനേക്കാളും കോംപ്ലിക്കേഷനിലോട്ടാണ് ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന തോന്നൽ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. മക്കളെ, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കരുത്. ഈ ഫോമുലാസിനെ നിങ്ങൾ ആ ഭയത്തോടു കൂടി അപ്രോച്ച് ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണ്. സോ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഒരു വെള്ള കടലാസ് എടുക്കുക. എന്നിട്ട് ക്രിസ്മസ് പരീക്ഷയ്ക്കുള്ള 3 ചാപ്റ്റേഴ്സിന്റെ പേരും ഹെഡിങ് 3 കോളംസ് വരച്ചങ്ങ് എഴുതി വെക്കുക. എന്നിട്ട് വളരെ ലളിതമായി തന്നെ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും ഫോമുലാസ് റിലേറ്റഡ് ആയ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരുന്ന ടോപ്പിക്കുകൾ സബ് ഹെഡിങ് കൊടുക്കുക. ക്ലിയർ ആയിട്ട് കാര്യം മനസ്സിലാക്കുക. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഇപ്പോൾ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ എടുത്തു കഴിഞ്ഞു വെച്ചാൽ അതിൽ നിന്ന് ഫോമുലാസ് വരാൻ സാധ്യതയുള്ള പോർഷൻ ഏതാണ്? ഒന്നാമത്തെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ഫോമുലാസ് ഓറിയന്റഡ് ആയ ചോദ്യം വരാം. അടുത്ത് വരാൻ സാധ്യതയുള്ളത് നമ്മുടെ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിന്റെ മിറർ ഫോമുല ഓറിയന്റഡ് ആയിട്ട് ചോദ്യം വരാം. ഈ 2 ടോപ്പിക്കുകൾ മാത്രം എടുത്തെഴുതുക. അതുമായി ബന്ധപ്പെട്ട ഫോമുലാസ് എടുത്തെഴുതി വയ്ക്കുക. അത് മാത്രം ഇത് പഠിക്കുക. സോ മനസ്സിൽ ഉറപ്പിക്കുക, ഈ ചാപ്റ്ററിൽ നിന്ന് ഈ 2 ടോപ്പിക്കിൽ നിന്നും മാത്രമേ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളൂ. സോ ഈ 2 ഫോമുലാസ് മാത്രം ഞാൻ പഠിച്ചാൽ മതിയാവും. സിമിലർ വേ റിഫ്രാക്ഷൻ എടുക്കുക. സോ അതിൽ നിന്ന് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് ഫോമുലാസ് ഓറിയന്റഡ് ആയ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത്, ആ ഫോമുലാസ് മാത്രം എഴുതി വെക്കുക. സോ അത് മാത്രം ഇരുന്ന് പഠിക്കുക. സോ ഈ പറഞ്ഞ ചാപ്റ്റേഴ്സിനെ ഫോർമുലയുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചെഴുതി ഒന്ന് നിങ്ങൾ സെൽഫായി അനലൈസ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ.
മക്കൾക്ക് തോന്നും ഇത് പൊതുവേ വളരെ എളുപ്പമുള്ള കാര്യമല്ലേ, ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഫോമുലാസ് എളുപ്പത്തിൽ ഗ്രാസ്പ് ചെയ്യാൻ സാധിക്കുമെന്ന് വെച്ചാൽ മക്കൾ ഇതൊന്ന് ചെയ്തു നോക്കണം, ഒന്ന് പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കണം. ഉറപ്പാണ്, 100% ഉറപ്പാണ്, പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് ഏത് ചോദ്യം ചോദിച്ചാലും അത് ഏത് ചാപ്റ്ററിയാണെന്നും അതുപോലെ തന്നെ അതിന് ഏത് ഫോമുലയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നും ഒരു തരത്തിലുള്ള കൺഫ്യൂഷൻസും നിങ്ങൾക്ക് വരാൻ പോകുന്നില്ല. പിന്നെ ഏത് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വന്നാലും അത് ക്രാക്ക് ചെയ്യാനുള്ള ഒരേ ഒരു എളുപ്പ വഴി എന്തെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ആ ചോദ്യം ഒരു 2 തവണ മനസ്സിരുത്തി തന്നെ വായിക്കുക, അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. അതിനുശേഷം അതിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ വൃത്തിയായി തന്നെ താഴോട്ട് എഴുതി വെക്കുക. ഗിവൺ ഡാറ്റ എന്ന് പറഞ്ഞ് ഈ സ്ട്രക്ചറിൽ തന്നെ ഫോളോ ചെയ്യണം. ഗിവൺ ഡാറ്റ എഴുതി വെക്കുന്ന സമയത്ത് തന്നിരിക്കുന്ന യൂണിറ്റുകൾ സ്റ്റാൻഡേർഡ് യൂണിറ്റ് തന്നെയാണോ എന്ന് വിലയിരുത്തുക. അങ്ങനെ സ്റ്റാൻഡേർഡ് യൂണിറ്റുകൾ അല്ലെങ്കിൽ അതിലോട്ട് കൺവേർട്ട് ചെയ്യുക. സപ്പോസ് നമുക്ക് തന്നിരിക്കും മില്ലിമീറ്റർ ആണെങ്കിൽ നമുക്കിപ്പോൾ മിറർ ഫോമിലെയോ അല്ലെങ്കിൽ ലെൻസസ് ഫോമിലെയോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ സെന്റിമീറ്ററിലോട്ട് വേണമെങ്കിൽ നമ്മൾ അതിലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതുക. ക്ലിയർ അല്ലേ? കാര്യം മനസ്സിലായില്ലേ? അതിനുശേഷം അതേത് ചാപ്റ്റർ ആണെന്ന് മനസ്സിൽ നല്ല കൃത്യമായി തന്നെ അനലൈസ് ചെയ്യുക. അതേത് ചാപ്റ്റർ ആണെന്ന് മനസ്സിലാക്കുക. ആ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ആ കോളത്തിന് എഴുതിയ ഫോമുലാസ് എല്ലാം മനസ്സിലോട്ട് കൊണ്ടുവരിക. അതിൽ നിന്ന് ഈ പറയുന്ന ചോദ്യത്തിലോട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഫോമുല ഏതാണ് അത് അന്തസ്സായി തന്നെ എഴുതി വെക്കുക. ഗിവൺ ഡാറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്താണ് കണ്ടുപിടിക്കേണ്ടത് അത് വൃത്തിയായി തന്നെ കണ്ടുപിടിക്കുക. വളരെ എളുപ്പമുള്ള പ്രൊസീഡിംഗ് ആണ്. ഇത് നിങ്ങളൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് 2-3 ചോദ്യങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇതിനപ്പുറം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു 2018 ശേഷമുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് അനലൈസ് ചെയ്യുക. അതെല്ലാം വർക്കൗട്ട് ചെയ്ത് ഉറപ്പിക്കുക. നമ്മുടെ പബ്ലിക് ലൈവിൽ എല്ലാ ചോദ്യ പേപ്പറും വൃത്തിയായി തന്നെ ഞാൻ വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും എൻ്റെ മക്കളൊന്ന് ഡൗൺലോഡ് ചെയ്ത് അതൊന്ന് വർക്കൗട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ പറഞ്ഞ ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യ പേപ്പർ തന്നെയാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കുന്നത്, ഏതൊക്കെ ടോപ്പിക്കുകൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നൊരു വ്യക്തമായ ഐഡിയ എൻ്റെ മക്കൾക്ക് ലഭിച്ചിരിക്കും. അതിലൊരു സംശയമില്ല. മക്കളെ, ഈ പറയുന്ന കാര്യങ്ങളും ഈ പറയുന്ന സ്ട്രാറ്റജീസും നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഉറപ്പിച്ചോ മക്കളെ, ക്രിസ്മസ് പരീക്ഷയിൽ 100% മാർക്കാണ് ഫിസിക്സിൽ നിങ്ങളെ കാത്തിരിപ്പുള്ളത്. സോ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഞാൻ എന്തായാലും തിരിച്ചു വരുന്നതായിരിക്കും, ടിപ്സും ട്രിക്സും ആയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. ഈ വീഡിയോ പറ്റിയുള്ള വിലയേറിയ ഫീഡ്ബാക്കുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയി എന്നുള്ള വിലയേറിയ ഫീഡ്ബാക്കുകൾ ഉറപ്പായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ ഗൈസ്, ടേക്ക് കെയർ.